വ്യൂവേഴ്സ്, ഇനി നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലയാണ് കേട്ടോ കുതിർത്തെടുത്തിട്ടുള്ളത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയൊരു സവാള അരക്കഷ്ണം കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവിൽ ചൂടാക്കി എടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുത്തിട്ടിടുന്നത്. ഇനി ഇതൊന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 3 വിസിലിന് വേവിച്ചെടുക്കാം. അരപ്പിനാവശ്യമായിട്ടുള്ള 1 കപ്പ് തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെ അരഞ്ഞെടുക്കണം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൽ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കടലയൊന്നും ഒടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഒഴിച്ചിട്ട് എത്രയാണോ കറിക്ക് ലൂസ് വേണ്ടത് ആ ഒരു ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ഈ ഒരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാനിവിടെ കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എത്രമാത്രം കട്ടിയിലാണോ വേണ്ടത് ആ ഒരു അളവിന് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സമയം തന്നെ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിളച്ച് കുറുകി വരുന്നൊന്നുമില്ല, നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടെ വറവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പുട്ടിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി, അതുപോലെ തന്നെ ഇടിയപ്പം, പൂരി, ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്